കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബേർഡിനെ വരച്ചിരുന്നു. നിങ്ങളതൊക്കെ കണ്ടിരുന്നോ? ഇനി കാണാത്തവരാണെങ്കിൽ ഒന്ന് പാക്കടിച്ച് പോയി അതൊന്ന് കണ്ടിട്ട് വരണേ. അതിൻ്റെ വീഡിയോ അല്ല, അതിൻ്റെ ചിത്രമാണ് കേട്ടോ ഈ മുകളിൽ കാണുന്നത്. ഇനി ബാക്ക് അടിച്ചിട്ട് പോയി കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ മുകളിൽ കാണുന്ന മറ്റേ ത്രികോണത്തിലുള്ള പ്ലേ ബട്ടൺ അല്ലേ, അവിടെ അമർത്തിയാൽ ആ ലിങ്ക് കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾ പോയി കണ്ടോളി, എന്നാലും കുഴപ്പമില്ല, പക്ഷെ ഒന്ന് കാണണേ. അപ്പോൾ ഇന്ന് ഞാൻ വരക്കാൻ പോണത് ഒരു സ്ട്രോബെറിയാണ് കേട്ടോ. സ്ട്രോബെറി ഞാൻ അതും തന്നെ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഇനി ബ്ലാക്ക് കളർ സ്കെച്ച് എടുത്ത് എനിക്ക് മുകളിൽ കൂടെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചാൽ മതിയല്ലോ. അപ്പോൾ എനിക്കൊരു സിമ്പിളായിട്ടുള്ള പരിപാടിയാവും. നിങ്ങൾ കാണുമ്പോഴൊന്നും കൂടി ഇൻട്രസ്റ്റ് ആവാൻ വിചാരിച്ചിട്ട് ചെയ്ത പണിയാണേ. അപ്പോൾ ഡ്രോയിങ് ഫസ്റ്റ് വരയ്ക്കുന്നവർക്കൊക്കെ ഞാൻ പ്രിഫർ ചെയ്യണത് വരയുള്ള പേജാണ് കേട്ടോ. എനിക്കൊന്നും കൂടി എളുപ്പമായി തോന്നിയത് അതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 ലൈനിലുള്ള ചിത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മുകളിൽ നിന്ന് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങോട്ട് അടിക്ക് ഷേപ്പ് വരച്ചു കൊടുക്കുക. നമ്മുടെ ഹാർട്ടൊക്കെ വരക്കൂലേ, അതന്നെ. അതിൻ്റെ നടുവിൽ കൂട്ടി മുട്ടിക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ് വരിക. അപ്പോൾ അതിനുശേഷം വീണ്ടും നമുക്കതിൻ്റെ മുകളിൽ നമ്മൾ പണ്ട് ലോട്ടസ് വരച്ചിരുന്നു. ഇങ്ങനെ മുകളിലൊരു ഇതൾ വരച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ പിന്നീട് കാണിച്ചു തരാം. ഇട്ടിട്ട് അതേപോലെ താമര വരച്ചാൽ മതി. ഇനി അങ്ങനെ വരക്കല്ല, ലീഫ് വരയ്ക്കാൻ അറിയുമെങ്കിൽ ഇങ്ങനെ ലീഫ് കുത്തനെ വരച്ചു കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കുത്തിട്ടെടുക്കാം. ഈ സ്ട്രോബെറിയിലുള്ള പുറത്തുള്ള കുരുവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. അപ്പോൾ ഇനി നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കളർ ചെയ്യാനുള്ളൂ. അപ്പോൾ എൻ്റെ റെഡ് കളർ സ്കെച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ടാണ് കളർ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം അവസാനത്തെ ഒരു മിനുക്കുപണി എന്ന രീതിയിൽ നമുക്ക് കുറച്ച് യെല്ലോ സ്കെച്ച് എടുത്തിട്ട് യെല്ലോ കളറിലുള്ളത് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുത്തിട്ടെടുക്കാം. അതിന് ശേഷം ബ്ലാക്ക് കളറിലുള്ള സ്കെച്ച് എടുത്തിട്ടും കുറച്ച് ഇങ്ങനെ കുത്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇവിടെ വരച്ച് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.